വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ പ്രതിഷേധം. 10 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ ദോഹ വിമാനമാണ് റദ്ദാക്കിയത്. സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് വിമാനം റദ്ദാക്കിയതെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. റീസൺ പെട്രോൾ ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. എന്താണ് അവർ പറയുന്നത്? അവർ പറയുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തരാമെന്ന്. ടിക്കറ്റ് തരാമെന്നല്ല, വാട്സാപ്പിൽ അയച്ചു. വാട്സാപ്പ് എന്നിട്ട് കിട്ടിയോ? ഇന്ന് കിട്ടിയിട്ടില്ല ചേച്ചി. അങ്ങനെ വെയിറ്റ് ടിക്കറ്റ് കിട്ടിയോ? എന്താ അവർ പറഞ്ഞേ? എന്താണ് അവർ പറഞ്ഞേ? കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്തായിരുന്നു, എന്നിട്ട് ഇന്ന് വന്നപ്പോൾ ക്യാൻസലായി. ഇപ്പൊ അവർ പറയുന്നത് വേണമെങ്കിൽ ഇന്ന് കൊച്ചിയിൽ പോയിട്ട് നമ്മളെ പൈസക്ക് കൊച്ചിയിൽ പോയിട്ട് അവിടെ പോയിട്ട് അവർ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്ന് 6 മണിക്ക് ഫ്ലൈറ്റ്. RB സനൂപ് തിരുവനന്തപുരത്തും. സനൂപ്, എന്താണ് പ്രശ്നം? ഏതാണ് ഈ എയർലൈൻ? ഏതാണ് അത്? രാവിലെ 10 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തിരുവനന്തപുരം ദോഹ വിമാനമാണ് റദ്ദാക്കിയത്. യാത്രക്കാർ പറയുന്നത് അവർക്ക് നേരത്തെ ഇത് സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പ് ലഭിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. എന്നാൽ പകരം വിമാനം ഒരുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ അറിയിപ്പും അവർ നൽകിയിട്ടില്ല എന്നും പറയുന്നു. അതുകൊണ്ടാണ് ഈ രാവിലെ തന്നെ യാത്രക്കാർ ഇവിടെ എത്തി പ്രതിഷേധിച്ചത്. നിലവിലിപ്പോൾ സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് വിമാനം റദ്ദാക്കേണ്ടി വന്നുവെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇവിടെയല്ല മറ്റിടങ്ങളിലും സമാനമായിട്ട് ഈ വിമാനങ്ങൾ റദ്ദാക്കേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. വിശദമായിട്ടുള്ള വാർത്താക്കുറിപ്പിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നത്. നിലവിലിപ്പോൾ രാവിലെ തന്നെ വിമാനത്തിൽ കയറാൻ വേണ്ടി എത്തിയ യാത്രക്കാർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ നൽകിയില്ല എന്നുള്ളൊരു പരാതി കൂടി യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പകരം ഒരു വിമാനം ഏർപ്പെടുത്തി നൽകണമെന്നുള്ള ഒരു ആവശ്യമാണ് യാത്രക്കാർ മുന്നോട്ട് വെക്കുന്നത്. നിഷാദ്. ശരി.